ശ്രീ ഷാവു പ്രസാദ്, ആരോ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതുപോലെയാണ് ഇന്ന് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹത്തിന് അത്രേ പറയാൻ പറ്റുകയുള്ളൂ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്ത് കഴമ്പാണ് ഉള്ളത്? അദ്ദേഹം പറയുന്നു ഇനി പാർട്ടി കമ്മിറ്റികളെല്ലാം പരിശോധിച്ച് മുകളിലേക്ക് വന്ന് ശരി, അത് പാർട്ടി സംഘടനാ സംവിധാനം അങ്ങനെ. പക്ഷേ ഈ സാഹചര്യത്തിൽ എങ്ങനെ തോറ്റു എന്നത് കൂടുതലും അറിയാവുന്നത് ഈ നേതാക്കൾക്ക് തന്നെയാണല്ലോ. അവരുടെ ചെയ്തികൾ ഇതിനൊരു കാരണമായിട്ടുമുണ്ട്. ഒരക്ഷരം മിണ്ടാതെ രക്ഷപ്പെടുവാനുള്ള തന്ത്രമല്ല ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മഞ്ജുഷേ. കാര്യം ഇവർക്ക് യാഥാർത്ഥ്യം അവർക്ക് അറിയാം. ആ അറിയാവുന്ന യാഥാർത്ഥ്യം ഇവർക്ക് പറയാൻ പറ്റില്ല. അവർക്ക് ഇനി എത്ര കുത്തി ചോദിച്ചാലും ആ സംഭവം അവർക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇപ്പം ഇൻ കേസ് ഇപ്പൊ ഈ ഇലക്ഷൻ റിസൾട്ട് ഇതില് ഇവരുടെ ഈ പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ടല്ലോ, പയ്യന്നൂര്, കൂത്തുപറമ്പ്, ആ, തളിപ്പറമ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളില് പഴയ സ്ഥിതി അവർ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ, അമ്പലപ്പുഴ അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ, ഈ പാർട്ടി വിമതരായിട്ട് പുറത്തു വന്നവർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈവൻ UDF ജയിച്ചു എന്ന് വിചാരിച്ചു. ആ UDF ജയിച്ചിരുന്നെങ്കിൽ പോലും ഇവർ വളരെ വീറോടുകൂടി വന്നേനും. കാര്യം UDF വിജയം വർഗീയ ശക്തികളുടെ വിജയമാണ്, മറ്റതാണ് മറിച്ചാണ്, BJP ആയിട്ടുള്ള ഒത്തുകളിയാണ്, തേങ്ങയാണ്, മാടയാണ്, കോടയാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കളം നിറഞ്ഞു നിന്നേനും, ഒരു സംശയമില്ല. പക്ഷേ ഈ ഈ ഒരു കാലത്തും കുലുങ്ങാത്ത CPM വലിയ തോൽവികൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ? വളരെ വലിയ തോൽവി. 2001 വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. 77 വളരെ വലിയ തോൽവിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്തും ആ കാലത്തും ഈ പറഞ്ഞ പാർട്ടി കോട്ടകൾ കുലുങ്ങിയിട്ടില്ല. ഇത് പാർട്ടി കോട്ടകളുടെ അടിത്തറ മാന്തികൾ. ഈ ഒരു അവസ്ഥ CPM ഒരിക്കലും അതായത് അവരിങ്ങനെ എന്താണ് ഒരു തുടച്ചു നീക്കലിന്റെ വക്കിലാണ്. മറ്റൊരു ബംഗാളിന്റെയും ത്രിപുരയുടെയും അവസ്ഥയിലേക്ക് അതിന്റെ ബ്രിമ്മിൽ നിൽക്കുകയാണ്, അതിന്റെ വക്കിൽ നിൽക്കുകയാണ് പാർട്ടി.